അപ്പോൾ ഇന്നൊരു ബ്ലൗസ് കട്ട് ചെയ്ത് തയ്ച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കട്ടിംഗ് ആണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇതിനൊരു അളവ് തന്നിട്ടുണ്ട്. ഇതിന് തന്ന അളവ് ഇതാണ്. അപ്പോൾ ഇതിലൊരു കംപ്ലൈൻറ്റ് പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ കപ്പിൻ്റെ അടിവശം ടൈറ്റാണ്. അതായത് ഈ രണ്ടാമത്തെ മൂന്നാമത്തെ ഹുക്ക് ടൈറ്റാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇത് എങ്ങനെ സോൾവ് ചെയ്യാമെന്നാണ് ഇന്നത്തെ വീഡിയോ. ഇത് നമുക്ക് നോക്കിയാൽ തന്നെ അറിയാം. ഇതിൻ്റെ ഫ്രണ്ട് പോർഷൻ നിൽക്കുന്നത് ഇങ്ങനെ റൗണ്ട് ഷേപ്പിലാണ്. അതേസമയം നമ്മൾ അടിച്ചതിൽ അത് കറക്റ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് അറിയാം പട്ടി സ്ട്രൈറ്റ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ വീഡിയോ നോക്കാം. അപ്പോൾ ആദ്യം സാധാരണ പോലെ തന്നെ നമുക്കിതിൻ്റെ ബാക്ക് മാർക്ക് ചെയ്യാം. ഇനി ഇതിൻ്റെ ഇറക്കം എത്രയുണ്ട് നോക്കാം. അത്യാവശ്യം ഇറക്കമുള്ള ബ്ലൗസാണ്. 15.5 ഇഞ്ച് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് രണ്ട് സൈഡിലേക്കുള്ള തയ്യത്തുമ്പും കൂടെ ചേർത്തിട്ട് 16 ഇഞ്ച് മാർക്ക് ചെയ്യാം. ഷോൾഡർ 12 ഇഞ്ച് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പകുതി 6 ഇഞ്ചും നമുക്കൊരു 1/2 ഇഞ്ച് തയ്യത്തുമ്പ് മാർക്ക് ചെയ്യാം. 6 ഇഞ്ച് മാർക്ക് ചെയ്യാം. ആറ് ഇഞ്ച് തന്നെ ആം ഹോൾ മാർക്ക് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ നെക്ക് വിഡ്ത്ത് 6 ഇഞ്ച് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പകുതി 3.25. നമുക്ക് 4 ഇഞ്ച് കുറച്ചിട്ട് 3 ഇഞ്ച് മാർക്ക് ചെയ്യാം. നെക്കിൻ്റെ ഇറക്കം ഇതേപോലെ കഴുത്തും ബോട്ടും ഒപ്പം പിടിക്കുക. അതിനുശേഷം ഇവിടെ നമുക്കൊരു 1/2 ഇഞ്ച് തയ്യത്തുമ്പ് വരുന്നുണ്ട്. ഇതേപോലെ വയ്ക്കുക. അതിനുശേഷം ഇതിനൊപ്പം വരയ്ക്കുക. ഇവിടെ ഒരു 4 ഇഞ്ച് തയ്യത്തുമ്പ് മാർക്ക് ചെയ്യുക. ഇനി ഇതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്യുക. അതിനുശേഷം 1.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഇതിൻ്റെ ചെസ്റ്റ് ഒന്ന് അളന്ന് നോക്കാം. ഇത് ഏകദേശം 42 ഇഞ്ച് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ 4/1 ഭാഗം ഇവിടെ കറക്റ്റായിട്ട് മാർക്ക് ചെയ്താൽ മതി. 1.5 ഇഞ്ച് തയ്യത്തുമ്പ്. ഇനി അതേപോലെ വേസ്റ്റ് ഒന്ന് അളന്ന് നോക്കാം. അപ്പോൾ ഇതിലൊരു 30.5 ഇഞ്ച് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ 4/1 ഭാഗം 7.5 ഇഞ്ച് ഒരു പോയിൻറ്റും വരുന്നുണ്ട്. 1 ഇഞ്ച് നമുക്ക് ബാക്കിൽ ടക്കിന് വേണം. അതിനുശേഷം 1.5 ഇഞ്ച് തയ്യത്തുമ്പ്. ഇവിടെ ഒരു 1/2 ഇഞ്ച് ഷോൾഡർ സ്ലോപ്പ് കൊടുക്കാം. ഇതിൻ്റെ ആം ഹോൾ വേണ്ടത് 9 ഇഞ്ചാണ്. ഇവിടെ നമുക്ക് തയ്യത്തുമ്പ് വിട്ടിട്ട് ഇത് അളന്ന് നോക്കാം. ഇത് കറക്റ്റാണ്. അപ്പോൾ ഇനി ഇത് കട്ട് ചെയ്തെടുക്കാം. ഇനി ഇങ്ങനെ തിരിച്ചിട്ടിട്ട് ഇവിടുത്തെ ഫ്രണ്ട് കട്ട് ചെയ്യാം. ഇവിടെ നമുക്ക് ഫ്രണ്ട് പട്ടിക്ക് ഒരു 4 ഇഞ്ച് മാർക്ക് ചെയ്യാം. ഇവിടെ നമുക്കൊരു 1/2 ഇഞ്ച് എക്സ്ട്രാ മാർക്ക് ചെയ്യാം. അതായത് ഇവിടെ ഒരു ടക്ക് വരുന്നുണ്ട്. അതിനുള്ള 1/2 ഇഞ്ച് മാത്രം എക്സ്ട്രാ വിടുക. ഇനി ഇത് മാറ്റി വയ്ക്കാം. ഫ്രണ്ട് നെക്ക് വന്നിട്ട് നമുക്ക് ഇത് വെച്ച് തന്നെ മാർക്ക് ചെയ്യാം. ഇതുപോലെ ഇവിടെയും തയ്യത്തുമ്പ് വിടുക. ഇവിടെയും തയ്യത്തുമ്പ് വിട്ടിട്ട് ഇതാ മാർക്ക് ചെയ്തെടുക്കാം. ഇനി ഇതൊന്ന് വെച്ച് നോക്കാം. തയ്യത്തുമ്പ് വിട്ടിട്ട് വെച്ച് നോക്കുക. ഇത് കറക്റ്റാണ്. ഇനി ഇവിടെ തയ്യത്തുമ്പ് മാർക്ക് ചെയ്തിട്ട് ഇതേപോലെ വയ്ക്കുക. എന്നിട്ട് ഇവിടുത്തെ ടക്കിന് നേരെ മാർക്ക് ചെയ്യുക. ഒരു 4 ഇഞ്ച് മാർക്ക് ചെയ്യുക. വീണ്ടും 4 ഇഞ്ച് മാർക്ക് ചെയ്യുക. അതിനുശേഷം വീണ്ടും ഇതേപോലെ വെച്ചിട്ട് ഇവിടെ മാർക്ക് ചെയ്യുക. ഇവിടെ മാർക്ക് ചെയ്യുക. ഇനി നമുക്കിതിൻ്റെ ഈ ഫ്രണ്ട് ലെങ്ത് ഒന്ന് അളന്നിട്ട് അത് മാർക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടുന്ന് ഈ ടക്കിൻ്റെ ഇതുവരേക്കും 9.25 ഇഞ്ച് വരുന്നുണ്ട്. അതിനുശേഷം ടക്കിൻ്റെ എൻഡ് വരേക്ക് 13.25 വരുന്നത്. അപ്പോൾ 13.25 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്യുക. ഇവിടെ നമ്മൾ തയ്യത്തുമ്പ് 1/2 ഇഞ്ച് വിട്ടിട്ട് വേണം 13.25 ഇഞ്ച് മാർക്ക് ചെയ്യാൻ. അപ്പോൾ ഇവിടെ മാത്രമേ തയ്യത്തുമ്പ് വിട്ടിട്ടുള്ളൂ. ഇവിടത്തേക്കുള്ള തയ്യത്തുമ്പ് നമുക്കിത് കട്ട് ചെയ്യുമ്പോൾ കിട്ടും. അത് ഞാൻ കാണിക്കാം. ഇനി ഇവിടെ സ്ട്രൈറ്റ് ആയിട്ട് വരയ്ക്കുക.
ഇനി ഇവിടെ ആകെ അളന്ന അതേ അകലം ഇവിടെയും വയ്ക്കുക. അപ്പോൾ ഇതിൽ തയ്യത്തുമ്പുണ്ട്, അപ്പോൾ അത് മാർക്ക് ചെയ്യാം. ഇനി നമുക്കിതിൻ്റെ ബസ് പോയിൻ്റ് മാർക്ക് ചെയ്യാം. അപ്പോൾ ഇത് 9.25 ഇഞ്ച് വരുന്നുണ്ട്. തയ്യത്തുമ്പ് കഴിഞ്ഞിട്ട് 9.25 ഇഞ്ച്. അപ്പോൾ അത് അതേപോലെ തന്നെ മാർക്ക് ചെയ്യുക. അതുപോലെ ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള അകലം 4 ഇഞ്ചാണ് വരുന്നത്. അപ്പോൾ അത് കൂടെ ഫ്രണ്ട് പട്ടിക്കുള്ളതും കൂടെ ചേർത്തിട്ട് 4.25 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഇനി ഈ ടക്ക് ഇതേപോലെ വരയ്ക്കുക. ഈ ടക്കിൻ്റെ നീളം എത്രയുണ്ട് നോക്കാം. ഇത് വന്നിട്ട് 1.25 ഇഞ്ചാണ് വരുന്നത്. അപ്പോൾ ഇവിടെ 2 ഇഞ്ച് മാർക്ക് ചെയ്താൽ മതി. ഇത് നേരെ താഴേക്ക് വരയ്ക്കുക. അതിനുശേഷം ഈ കോർണറിന് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു 1/2 ഇഞ്ച് മാറിയിട്ട് ഈ ടക്ക് വരയ്ക്കുക. ഇത് നമുക്ക് ഇതേപോലെ അളന്ന് നോക്കാം. ഇവിടെ നിന്ന് 2.25 ഇഞ്ചാണ് വരുന്നത്. അത് ഇതേപോലെ മാർക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ ടൈറ്റ് വരുന്നത് ഈ ടക്കിൻ്റെ വീതി കുറഞ്ഞത് പോയതുകൊണ്ടാണ്. അതായത് ഇത് വന്നിട്ട് ചെസ്റ്റും വേസ്റ്റും കൂടെ നല്ല വ്യത്യാസമുണ്ട്. അതായത് ചെസ്റ്റ് 42 ഇഞ്ച് വരുമ്പോൾ ഇവിടെ വന്നിട്ട് 30 ഇഞ്ചാണ് വരുന്നത്. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ടക്കിൻ്റെ വീതി കൂട്ടണം. അപ്പോഴാണ് നമുക്ക് ഈ കപ്പിൻ്റെ ഇവിടെ ടൈറ്റ് വരാതിരിക്കുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഇവിടെ ഇത് ടൈറ്റ് വന്നിരിക്കുകയാണ്. അപ്പോൾ അതിന് കാരണം ഈ ടക്ക് ചെറുതായി പോയതാണ്. അപ്പോൾ ഇതിൻ്റെ ടക്കിൻ്റെ വീതി എത്ര വ്യത്യാസപ്പെടും നോക്കാം. ഇവിടെയുള്ള അതേ അളവ് നമ്മൾ 11.5 ഇഞ്ച് വരുന്നുണ്ട്. അപ്പോൾ 11.5 ഇഞ്ച് നേരെ താഴേക്ക് വരച്ചിരിക്കുകയാണ്. ഇനി നമുക്കിതിൻ്റെ വേസ്റ്റ് ഇവിടെ അടയാളപ്പെടുത്താം. 30 ഇഞ്ചാണ് വേണ്ടത്. അപ്പോൾ അതിൻ്റെ 4 ഭാഗം 7 ഇഞ്ച് ഒരു പോയിൻറ്റും അത് കൂടെ ഒരു 1/4 ഇഞ്ച് ഫ്രണ്ട് പട്ടിക്ക് വേണ്ടിയിട്ട് മാർക്ക് ചെയ്യുക. ഇനി ഇവിടെ ബാക്കി എത്ര ഉണ്ടെന്ന് അളന്ന് നോക്കുക. ഇത് 3.5 ഇഞ്ച് വരുന്നുണ്ട്. 3.5 ഇഞ്ച് വരുമ്പോൾ ഈ ഓരോ ടെക്കും വന്നിട്ട് 1.25 ഇഞ്ച് വെച്ചിട്ട് വീതി വരും. ഇതിൽ വന്നിട്ട് 1.25 ഇഞ്ചാണ് വെച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെ ടൈറ്റ് വന്നത്. നമുക്ക് ഈ ടെക്കിൻ്റെ അകലം നോക്കാം. 4.25 ഇഞ്ച് ഒരു പോയിൻറ്റും വരുന്നുണ്ട്. ഇത് തന്നെ നമുക്ക് താഴേക്ക് അടയാളപ്പെടുത്താം. അപ്പോൾ നമുക്ക് ഇവിടേക്കുള്ള തയ്യത്തുമ്പായി. നമ്മളിവിടെ മാത്രമാണ് തയ്യത്തുമ്പ് ഇട്ടിട്ടുള്ളൂ. ഇനി ഇവിടെ 1.25 ഇഞ്ച് വരുന്നുണ്ട്. ആ 1.25 ഇഞ്ച് തന്നെ ഇവിടെ മാർക്ക് ചെയ്താൽ മതി. ഇനി ഇവിടെ ഈ തയ്യത്തുമ്പിനോട് ചേർന്നിട്ട് ഈ ഷേപ്പ് വരയ്ക്കാം. ഇനി ഇത് കട്ട് ചെയ്തെടുക്കാം. ഇവിടെ നമുക്ക് ഒരു 1/2 ഇഞ്ച് കുഴിച്ച് മാർക്ക് ചെയ്യണം. അപ്പോൾ ഇതേപോലെ ഒരു അടയാളം ഇട്ട് വയ്ക്കുക. അപ്പോൾ ഈ ടക്കിൻ്റെ ഈ നീളം പെർഫെക്റ്റ് ആയിരിക്കണം. നീളം കുറഞ്ഞു പോയാൽ ഇവിടെ ടൈറ്റ് വരും. അതുപോലെ കൂടി പോയി കഴിഞ്ഞാൽ ഷോൾഡർ ഇറങ്ങിപ്പോവും. അതുപോലെ ഈ ടക്കിൻ്റെ വീതി കറക്റ്റായിരിക്കണം. ഇനി നമുക്കിതിൻ്റെ ക്രോസ് പട്ടി കട്ട് ചെയ്യാം. അപ്പോൾ ഇത് രണ്ടും ഇതേപോലെ ഒപ്പം വയ്ക്കുക. ഇവിടെ എക്സ്ട്രാ വരുന്നത് ആദ്യം തന്നെ നമുക്കിത് കട്ട് ചെയ്ത് മാറ്റാം. ഇനി ഈ പീസ് ഇവിടെ ഒരു 1/4 ഇഞ്ച് ഒരു പോയിൻ്റ് നമുക്ക് തയ്യത്തുമ്പ് മടക്കിയെടുക്കുക. അതിനുശേഷം നമുക്ക് ഇവിടെ നിന്ന് ഇതുവരേക്കുള്ള അകലം നോക്കുക. അപ്പോൾ ഇതൊരു 3.25 ഇഞ്ച് ഒരു പോയിൻറ്റും വരുന്നുണ്ട്. അപ്പോൾ നമുക്കിതിൻ്റെ ക്രോസ് പട്ടി കട്ട് ചെയ്യാം. ഈ കരഭാഗം അതേപോലെ ഒഴിവാക്കുക. വേസ്റ്റ് വന്നിട്ട് 30 ഇഞ്ചാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ 4 ഭാഗം 7.5 ഇഞ്ചും ഒരു പോയിൻറ്റും വരും. അതുകൂടെ ഫ്രണ്ട് പട്ടിക്ക് ഒരു 1/4 ഇഞ്ച് 7.25 ഒരു പോയിൻറ്റും വരും. ഇനി നമുക്ക് ഇവിടെ എത്ര വീതി വേണം നോക്കാം. അതിനുശേഷം ഇവിടെ മാർക്ക് ചെയ്തിട്ട് ഇവിടെ നിന്ന് ഇതുവരേക്കുള്ള അകലം എടുക്കുക. ഇതൊരു 3.25 ഇഞ്ച് ഒരു പോയിൻറ്റും വരുന്നുണ്ട്. അപ്പോൾ ഈ 2 സൈഡിലുള്ള തയ്യത്തുമ്പും കൂടെ കണക്കാക്കണം. 3.25 ഇഞ്ച് ഒരു പോയിൻറ്റും പിന്നെ ഈ 2 സൈഡിലേക്കുള്ള തയ്യത്തുമ്പും കൂടെ മാർക്ക് ചെയ്യുക. ഒരു 3/4 ഇഞ്ച് മാർക്ക് ചെയ്താൽ മതി. ഇതേപോലെ മാർക്ക് ചെയ്യുക. ഇനി ഇവിടെ 7.25 ഒരു പോയിൻ്റാണ് വരുന്നത്. ഇവിടെ അത് കൂടെ ഒരു 3/4 ഇഞ്ച് അധികം ഇടുക. അതിനുശേഷം ഇത്
ഇങ്ങനെ വരയ്ക്കുക, തയ്യത്തുമ്പ് മാർക്ക് ചെയ്യുക. ഇനി ഇവിടെ ഉള്ള അകലത്തിൻ്റെ ഒരു 1/4 ഇഞ്ച് അധികം ഇവിടെ വയ്ക്കാം. 4.25 ഒരു പോയിൻറ്റും വരുന്നുണ്ട്. ഇവിടെ 4.5 ഇഞ്ച് ഒരു പോയിൻറ്റും വയ്ക്കുന്നുണ്ട്. ഒരു 1/4 ഇഞ്ച് കൂടുതൽ വയ്ക്കുന്നുണ്ട്. അതിനുശേഷം ഈ ടക്കിൻ്റെ ഇതുവരേക്കുള്ള അകലം 4.25 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ നിന്ന് 1 ഇഞ്ച് കുറച്ച് വയ്ക്കുക. അതിനുശേഷം ഇവിടെ നിന്ന് ഇതിലേക്ക് മാർക്ക് ചെയ്യുക. അപ്പോൾ ഇനി ഇതിൻ്റെ സ്ലീവ് കട്ട് ചെയ്യുക. സ്ലീവിൻ്റെ ആം ഹോൾ വരുന്നത് 9 ഇഞ്ചാണ്. നമുക്ക് ഇവിടെ സ്ട്രൈറ്റ് ആയിട്ടൊന്ന് അളന്ന് നോക്കാം. സ്ട്രൈറ്റ് ആയിട്ട് അളക്കുമ്പോൾ 7.5 ഇഞ്ച് ഒരു പോയിൻറ്റും വരുന്നുണ്ട്. ഇത് കൂടെ നമുക്ക് തയ്യത്തുമ്പും കൂടി ഇടണം. അപ്പോൾ 9 ഇഞ്ചും ഒരു പോയിൻറ്റും വരണം. അപ്പോൾ ഇതേപോലെ ഒരല്പം നമുക്ക് ജോയിൻ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇതേപോലെ സ്ട്രൈറ്റ് ലൈൻ ഇടുക. അതേപോലെ ഒരു 1.25 ഇഞ്ച് ഹെമ്മിങ്ങിന് വേണ്ടിയിട്ട് മാർക്ക്. സ്ലീവ് നമുക്ക് ഈ സ്ലീവിൻ്റെ ഇറക്കം തന്നെ വെച്ച് കട്ട് ചെയ്യുക. ഈ ലൈനിനൊപ്പം വയ്ക്കുക. ഇതൊന്ന് അല്പം വലിച്ചു പിടിക്കുക, കാരണം ഇത് കഴുകിയ ബ്ലൗസ് ആയതുകൊണ്ട് ചുരുങ്ങിയിട്ടുണ്ടാവും. എന്നിട്ട് ഇതിനൊപ്പം മാർക്ക് ചെയ്യുക, തയ്യത്തുമ്പ് മാർക്ക് ചെയ്യുക. ഇവിടെ അതേപോലെ തന്നെ ഈ ജോയിൻറ്റിൻ്റെ ഒപ്പം മാർക്ക് ചെയ്യുക, ആവശ്യത്തിന് തയ്യത്തുമ്പ് മാർക്ക് ചെയ്യുക. അതിനുശേഷം അത് ആം ഹോൾ വരയ്ക്കുക. സ്ലീവ് റൗണ്ട് മാർക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ നമുക്ക് 7.5 ഇഞ്ച് ഒരു പോയിൻറ്റും മാർക്ക് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ആം ഹോൾ കറക്റ്റായിട്ട് വരും. അപ്പോൾ അതേപോലെ 1.5 ഇഞ്ച് തയ്യത്തുമ്പ് മാർക്ക് ചെയ്യുക. അതിനുശേഷം ഇതേപോലെ ഒരു 1/2 ഇഞ്ച് കുഴിച്ച് മാർക്ക് ചെയ്യാം. ഇനി ഇവിടെ അല്പം ജോയിൻ്റ് ചെയ്യാണ്ട് അതിവിടെ ഇതേപോലെ വെച്ചിട്ട് ഇതേപോലെ ജോയിൻ്റ് ചെയ്തിട്ട് എക്സ്ട്രാ ഉള്ളത് കട്ട് ചെയ്ത് മാറ്റിയാൽ മതി. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പമുള്ള ബെൽ ബട്ടണും പ്രസ് ചെയ്യുക.